നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ചതനചതാമൃതം ആദിലീല അധ്യായം 11 നിത്യാനന്ദ പ്രഭുവിന്റെ വിസ്തരണങ്ങൾ. ശ്ലോകങ്ങൾ 16 മുതൽ 21 വരെ. ശ്ലോകം 16. രാമദാസ മുഖ്യശാഖ സാഖ്യ പ്രേമരസീം ഷോഡാസാംഗേരകാഷ്ഠായേ ദൂരീ കൈലാവംസീ. രാമദാസ മുഖ്യശാഖാം സാഖ്യ പ്രേമരസീ ഷോഡസാംഗേരകാഷ്ഠായേ ദൂരീ കൈലോ വംസീ. രാമദാസ മുഖ്യശാഖാം സഖ്യ പ്രേമരസീ ഷോഡാസംഗേകാഷ്ഠായേ ദൂലീ കൈലാവംസീ. ഹരേ കൃഷ്ണ. ഘോഷ് പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. രാമദാസ മുഖ്യശാഖ സഖ്യ പ്രേമരാശി ഷോള സങ്കേര കാഷ്ട തുലി കൈലവംശി. രാമദാസ പ്രധാന പദാർത്ഥം. രാമദാസൻ മുഖ്യശാഖ പ്രധാന ശാഖ. സഖ്യ പ്രേമരാശി സഖ്യരസം. ഷോളശ അങ്കേര 16 കെട്ടുകളുള്ള. കാഷ്ട തടി. അത്. തുലി ഉയർത്തുക. കൈല നിർമ്മിച്ചു. വംശി ഓടക്കുഴൽ. വിവർത്തനം ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. മുഖ്യശാഖകളിൽ ഒന്നായ രാമദാസൻ സഖ്യ പ്രേമരസത്തിലായിരുന്നു. അദ്ദേഹം 16 കണ്ണുകളുള്ള മുളന്തണ്ടിൽ നിന്നും ഒരു പുല്ലാകുഴൽ നിർമ്മിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 17. ഗദാധനദാസ ഗോപി ഭാവേ പൂർണ്ണാനന്ദാം യാൻരാഗരേ ദാനകേലി കേലാ നിത്യാനന്ദാം. ഗദാധനദാസ ഗോപി ഭാവേ പൂർണ്ണാനന്ദാം യാൻരാഗരേ ദാനകേലി കേലാ നിത്യാനന്ദാം. ഗദാധനദാസ ഗോപി ഭാവേ പൂർണ്ണാനന്ദാം യാൻരാഗരേ ദാനകേലി കേലാ നിത്യാനന്ദാം. വത്സലമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഗദാധരദാസ ഗോപി ഭാവേ പൂർണ്ണാനന്ദ യാൻഡ്രഘരേ ദാനകേളി കൈലാ നിത്യാനന്ദ. പ്രധാന പദാർത്ഥം. ഗദാധരദാസൻ ഗോപി ഭാവേ ഗോപികമാരുടെ ഭാവത്തിൽ, പൂർണ്ണ ആനന്ദ അതീന്ദ്രിയ ആനന്ദത്തിൽ, യാൻഡ്രഘരേ ആരുടെ ഭവനത്തിൽ, ദാനകേളി ലീലാപ്രകടനം, കൈല ചെയ്തു, നിത്യാനന്ദ പ്രഭു. വിവർത്തനം ശ്രീ AC ഭക്തി വേദാന്ത സ്വാമി ശിലാപ്രഭ മഹാരാജ് കി ജയ് ഹോ. ഗദാധരദാസൻ സദാസമയം ഗോപിഭാവത്തിൽ നിമഗ്നനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നിത്യാനന്ദ പ്രഭു ദാനകേളി എന്ന നാടകം ആയോജനം ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 18. ശ്രീ മാധവ ഘോഷ മുഖ്യ കീർത്തനീയ ഗാണേ നിത്യാനന്ദ പ്രഭു നൃത്യാകരേ യാൻരാ ഗാണേ. ശ്രീ മാധവ ഘോഷ മുഖ്യ കീർത്തനീയ ഗണേ നിത്യാനന്ദ പ്രഭു നൃത്യാകരേ യാൻരേ ഗാനേ. ശ്രീ മാധവ ഘോഷ മുഖ്യ കീർത്തനീയ ഗണേ നിത്യാനന്ദ പ്രഭു നൃത്യകരേ യാൻരാ ഗാണേ. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം ശ്രീ മാധവഘോഷൻ മുഖ്യ പ്രധാനപ്പെട്ട കീർത്തനീയാഗണേ സങ്കീർത്തനം നയിക്കുന്ന നിത്യാനന്ദ പ്രഭു നൃത്തം കരേ ചെയ്തു യാൻഡ്ര ആരുടെ ഗാനത്തിൽ. വിവർത്തനം ശ്രീല ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീ മാധവഘോഷൻ ഒരു മുഖ്യ കീർത്തനക്കാരനായിരുന്നു. അദ്ദേഹം കീർത്തനം ആലപിക്കുമ്പോൾ നിത്യാനന്ദ പ്രഭു നൃത്തം ചെയ്യുമായിരുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 19. വാസുദേവ ഗീതൈകരേ പ്രഭുരാവർണ്ണനേ കാഷ്ടാ പാഷണ്ണാ ദ്രവേ യാൻഹാരാ ശ്രവണേ. വാസുദേവ ഗീതൈകരേ പ്രഭുരാവർണ്ണനേ കാഷ്ടാ പാഷണ്ണാ ദ്രവേ യാഹാരാ ശ്രവണേ. വാസുദേവ ഗീതൈകരേ പ്രഭുരാവർണ്ണനേ കാഷ്ടാ പാഷണ്ണാ ദ്രവേ യാഹാരാ ശ്രവണേ. ഇതമാജി. ഹരേ കൃഷ്ണ. വാസുദേവൻ ഗീതയെ പാടുമ്പോൾ കരേ ചെയ്യുക നിത്യാനന്ദ പ്രഭുവിന്റെയും മഹാപ്രഭുവിന്റെയും വർണ്ണനയിൽ കാഷ്ട മരം, പാഷാണ കല്ല്,
ദ്രവേ ഉരുകുക. യാഹാര ആരുടെ? ശ്രവണത്താൽ. വിവർത്തനം. കീർത്തനത്തിനിടയിൽ വാസുദേവ ഘോഷൻ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചും നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ചും വർണ്ണിക്കുമ്പോൾ അത് ശ്രവിക്കുന്ന കല്ലും മരവും പോലും ഉരുകിപ്പോകുമായിരുന്നു. ഹരേ കൃഷ്ണൻ. ശ്ലോകം 20. മുരാരി ചൈതന്യദാസേര അലൗകികലീല വ്യാഘ്രകാലേ ചരാമാരേ സർപ്പസനേ കേല. മുരാരി ചൈതന്യദാസേര അലൗകികലീല വ്യാഘ്രകാലേ ചടാമാരേ സർപ്പസനേ കേല. മുരാരി ചൈതന്യദാസേര അലൗകികലീല വ്യാഘ്രകാലേ ചടാമാരേ സർപ്പസനേ കേല. വസുപുഷ്പവും ഹരേ കൃഷ്ണ. മുരാരി ചൈതന്യ ദാസേര അലൗകിക ലീല വ്യാക്രകാലെ ചടമാരെ സർപ്പസനേകേല. അതാണ് പദാർത്ഥം. മുരാരി ചൈതന്യദാസേര ചൈതന്യന്റെ ദാസൻ, അലൗകികമായ ലീലകൾ, വ്യാക്ര കടുവ, ഗാലെ കവിളിൽ, ചടമാരെ അടിക്കുന്നു, സർപ്പം, സനെ കൂടെ, ഗേല കളിക്കുക. വിവർത്തനം. ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉന്നത ഭക്തനായിരുന്ന മുരാരി പല അസാധാരണ പ്രവൃത്തികളും ചെയ്യുമായിരുന്നു. അശ്വന്മാദാവസ്ഥയിൽ അദ്ദേഹം ചിലപ്പോൾ കടുവയുടെ കവിളിൽ അടിക്കുകയും ചിലപ്പോൾ വിഷസർപ്പത്തിനൊപ്പം കളിക്കുകയും ചെയ്തു. ഭാവാർത്ഥം. ശ്രീ അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹത്തിന്റെ അനുഭാഷത്തിൽ എഴുതിയിരിക്കുന്നു. മുരാരി ചൈതന്യദാസൻ വർദ്ധമാൻ റെയിൽ പാതയിലെ ഗലശ്രീ സ്റ്റേഷനിൽ നിന്ന് 2 മൈൽ അകലെയുള്ള സർവവൃന്ദാവനപുരം ഗ്രാമത്തിലാണ് ജനിച്ചത്. നവദ്വീപിലേക്ക് വന്നപ്പോൾ മുരാരി ചൈതന്യദാസൻ മോദാദ്രുമം അഥവാ മാമഗാജി ഗ്രാമത്തിൽ താമസമാക്കി. ആ സമയത്ത് അദ്ദേഹം സാർംഗൻ അഥവാ സാരംഗ മുരാരി ചൈതന്യദാസൻ എന്നിങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പിന്തുടർച്ചക്കാർ ഇപ്പോഴും സരേർപാട ഗ്രാമത്തിൽ വസിക്കുന്നുണ്ട്. ചൈതന്യ ഭാഗവതം അന്ത്യഗ്രന്ഥം 5-ാം അധ്യായത്തിൽ ഈ പറയുന്ന പ്രസ്താവന കാണാം. മുരാരി ചൈതന്യദാസന് ഭൗതികമായ ശാരീരിക സവിശേഷത ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം സമ്പൂർണമായും ദിവ്യനായിരുന്നു. അതിനാൽ ചിലപ്പോൾ വനത്തിലെ കടുവകൾക്ക് പുറകെ പാഞ്ഞ് അവയെ പൂച്ചകളെയും നായ്ക്കളെയും പോലെ കൈകാര്യം ചെയ്യുമായിരുന്നു. അദ്ദേഹം കടുവയുടെ കരണത്തടിക്കുകയും വിഷസർപ്പത്തെ മടിയിൽ വെച്ച് കളിക്കുകയും ചെയ്യുമായിരുന്നു. ശരീരത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് യാതൊരു ഭീതിയും ഉണ്ടായിരുന്നില്ല. അത് അദ്ദേഹം വിസ്മരിച്ചിരുന്നു. ദിവസം 24 മണിക്കൂറും ഹരേ കൃഷ്ണ മഹാമന്ത്രം കീർത്തനം ചെയ്യാനും ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചും നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ചിലപ്പോൾ അദ്ദേഹം 2-3 ദിവസം ജലത്തിനടിയിൽ മുങ്ങിക്കിടക്കുമായിരുന്നു. എങ്കിലും ശരീരത്തിന് ഒരു വിധത്തിലുള്ള അസ്വാസ്ഥ്യവും ഉണ്ടായിരുന്നില്ല. അപ്രകാരം അദ്ദേഹം കല്ലിനെയും മരത്തെയും പോലെ നിലകൊണ്ടു. പക്ഷേ തന്റെ ഊർജം സദാ ഹരേ കൃഷ്ണ മഹാമന്ത്ര കീർത്തനത്തിനായി വിനിയോഗിച്ച അദ്ദേഹത്തിന്റെ പ്രത്യേക സ്വഭാവ സവിശേഷതകൾ വിവരിക്കാൻ കഴിയില്ല. മുരാരി ചൈതന്യദാസൻ എവിടെയെല്ലാം കടന്നു പോയാലും അവിടെയെല്ലാം സന്നിഹിതരായിരുന്നിട്ടുള്ളവർ അദ്ദേഹം സൃഷ്ടിക്കുന്ന അന്തരീക്ഷത്താൽ മാത്രം കൃഷ്ണബോധത്തിലേക്ക് ഉയർത്തപ്പെടുമെന്ന് മനസ്സിലാക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. 21. നിത്യാനന്ദഗണയതാം സഭാവ്രജസഖാം ശൃംഗവേത്ര ഗോപേവേശാം ശിരേ ശിഖിപാഥാം. നിത്യാനന്ദേര ഗണായുധാം സഭാവ്രജസഖാം ശൃംഗവേത്ര ഗോപവേശാം ശിരേ ശിഖിപാഥാം. നിത്യാനന്ദേര ഗണയുധാം സഭാവ്രജസഖാം ശൃംഗവേത്ര ഗോപവേശാം ശിരേ ശിഖിപാഥാം. വത്സമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. നിത്യാനന്ദേര ഗണ യഥാ സഭ വ്രജ സഖാ ശൃംഗ വേത്ര ഗോപേശ ശിരേ ശിഖിപാക. പ്രധാന പദാർത്ഥം. നിത്യാനന്ദേര ഭഗവാൻ നിത്യാനന്ദ പ്രഭുവിന്റെ ഗണ അനുയായികൾ യഥസഭ എല്ലാം
വ്രജസഖ വൃന്ദാവനവാസികൾ ശൃംഗ ജനിച്ചു, വേത്ര മുളന്തണ്ട്, ഗോപവേഷ ഗോപവേഷം, ശിരേ ശിരസിൽ, ശിഖി പാക മയിൽപീലി. വിവർത്തനം: നിത്യാനന്ദ പ്രഭുവിന്റെ എല്ലാ പാർഷദന്മാരും മുമ്പ് ബ്രജഭൂമിയിലെ ഗോപബാലന്മാരായിരുന്നു. അവരുടെ പ്രതീകാത്മകമായ അടയാളങ്ങൾ അവർ വഹിച്ചിരുന്ന കൊമ്പുകളും വടികളും ഗോപകുമാരന്മാരുടെ വസ്ത്രങ്ങളും അവരുടെ ശിരസിലെ മയിൽപീലികളുമായിരുന്നു. ഭാവാർത്ഥം: ശ്രീ എ.പി. ഭക്തിവേദാന്ത സ്വാമി ശ്രീലാപ്രഭ മഹാരാജ് കി ജയ് ഹോ. നിത്യാനന്ദ പ്രഭുവിന്റെ അനുയായി ഗണത്തിൽ ജാഹ്നവ മാതാവും ഉണ്ട്. അവർ വൃന്ദാവനത്തിലെ അനംഗ മഞ്ജരി ആയിരുന്നെന്ന് ഗൗരഗണോദേശ ദീപികയിൽ 66 വിവരിച്ചിട്ടുണ്ട്. ജാഹ്നവ മാതാവിന്റെ അനുയായികളായിരുന്ന എല്ലാ ഭക്തന്മാരും നിത്യാനന്ദ പ്രഭുവിന്റെ ഭക്തന്മാരുടെ പട്ടികയിൽ എണ്ണപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ശ്ലോകം 22. രഘുനാഥവേദ്യാം ഉപാധ്യായാം മഹാശയാം യൻഹാരാദർശനെ കൃഷ്ണപ്രേമാം ഭക്തിഹയാം. രഘുനാഥവൈദ്യ ഉപാധ്യായ മഹാശയാം യൻഹാരാദർശനെ കൃഷ്ണപ്രേമാം ഭക്തിഹയാം. രഘുനാഥവൈദ്യ ഉപാധ്യായ മഹാശയാം യൻഹാരാദർശനെ കൃഷ്ണപ്രേമാ ഭക്തിഹയാം. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം: രഘുനാഥ വൈദ്യനായ രഘുനാഥൻ. ഉപാധ്യായ മഹാശയ, ഉപാധ്യായൻ എന്ന മഹാവ്യക്തി. യാൻഹാര ആരുടെ, ദർശനത്താൽ. കൃഷ്ണപ്രേമ ശ്രീകൃഷ്ണപ്രേമം. ഭക്തി ഹയ ഉണർന്നു. വിവർത്തനം: ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഉപാധ്യായൻ എന്നുകൂടി അറിയപ്പെട്ടിരുന്ന മഹാഭക്തനായിരുന്നു രഘുനാഥ വൈദ്യൻ. അദ്ദേഹത്തെ ദർശിച്ചാൽ തന്നെ ഒരുവനിൽ സുപ്തമായ കൃഷ്ണപ്രേമം ഉണരുമായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 23. സുന്ദരാനന്ദ നിത്യാനന്ദേരസഖാ മർമാം യാൻരാസംഗേ നിത്യാനന്ദകരേ വ്രജനർമാ. സുന്ദരാനന്ദ നിത്യാനന്ദേര ശാഖാ ഭൃത്യവർമാം യാൻരാസംഗേ നിത്യാനന്ദകരേ വ്രജനർമാ. സുന്ദരാനന്ദ നിത്യാനന്ദേരേ ശാഖാ ഭൃത്യവർമാം യാൻരാസംഗേ നിത്യാനന്ദകരേ വ്രജനർമാ. ഇതമാജി. ഹരേ കൃഷ്ണ. സുന്ദരാനന്ദൻ നിത്യാനന്ദേര ശാഖ, നിത്യാനന്ദ പ്രഭുവിന്റെ ഒരു ശാഖ. നിത്യഭൃത്യൻ യാൻരാസംഗേ ആരോടൊപ്പം നിത്യാനന്ദൻ കരേ ചെയ്യുന്നു വ്രജനർമ്മ വൃന്ദാവന ലീലകൾ. വിവർത്തനം: നിത്യാനന്ദ പ്രഭുവിന്റെ മറ്റൊരു ശാഖയായ സുന്ദരാനന്ദൻ അവിടുത്തെ ഉറ്റ സേവകനായിരുന്നു. നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തിന്റെ സംഘത്തിൽ വ്രജധാമമാസം അനുഭവിച്ചു. ഭാവാർത്ഥം: ശ്രീല ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്റെ അനുഭാഷ്യത്തിൽ എഴുതിയിരിക്കുന്നു: സുന്ദരാനന്ദൻ ഭഗവത് പ്രേമത്തിന്റെ ഒരു സാഗരവും നിത്യാനന്ദ പ്രഭുവിന്റെ മുഖ്യ പാർഷദനുമായിരുന്നു എന്ന് ചൈതന്യ ഭാഗവതം അന്ത്യഖണ്ഡം 5-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അദ്ദേഹം കൃഷ്ണലീലയിൽ സുദാമാവ് ആയിരുന്നു എന്ന് ഗൗരഗണോദേശ ദീപികയിൽ 127 പറഞ്ഞിരിക്കുന്നു. അപ്രകാരം ബലരാമൻ ശ്രീ നിത്യാനന്ദ പ്രഭുവായി വന്നപ്പോൾ അവിടത്തോടൊപ്പം വന്ന 12 ഗോപബാലകന്മാരിൽ ഒരുവനാണ് ഇദ്ദേഹം. പൂർവ്വ റെയിൽവേയുടെ കൽക്കത്ത വർദ്ധമാൻ പാതയിലെ മാജദീയ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 14 മൈലോളം കിഴക്കുള്ള മഹേശപുരം ഗ്രാമത്തിലാണ് സുന്ദരാനന്ദൻ വസിച്ചിരുന്ന വിശുദ്ധ സ്ഥലം. ജസോർ ജില്ലയിലാണ് ഈ സ്ഥലം, ഇപ്പോൾ ബംഗ്ലാദേശിൽ. ഈ ഗ്രാമത്തിന്റെ അവശിഷ്ടങ്ങളിൽ സുന്ദരാനന്ദന്റെ പഴയ ഭവനം മാത്രം ഇന്നും നിലനിൽക്കുന്നു. ഗ്രാമസീമയിൽ ഒരു ബൗലൻ വ്യാജവൈഷ്ണവൻ വസിക്കുന്നു. മറ്റെല്ലാ കെട്ടിടങ്ങളും ക്ഷേത്രങ്ങളും വീടുകളും പുതിയതായി നിർമ്മിക്കപ്പെട്ടതായി കാണപ്പെടുന്നു. മഹേശപുരത്ത് രാധാവല്ലഭന്റെയും ശ്രീ രാധാരമണന്റെയും വിഗ്രഹങ്ങളുണ്ട്. ക്ഷേത്രത്തിനടുത്ത് വേത്രവതി എന്ന പേരുള്ള ചെറിയൊരു നദിയുമുണ്ട്. സുന്ദരാനന്ദ പ്രഭു ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് ശിഷ്യന്മാരല്ലാതെ നേരിട്ടുള്ള പിൻഗാമികളില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പിൻഗാമികൾ ബീർഭൂം ജില്ലയിലെ മംഗള ദിഹി വസിക്കുന്നുണ്ട്. അതേ ഗ്രാമത്തിൽ തന്നെ ഒരു ബലരാമ ക്ഷേത്രവുമുണ്ട്. ക്ഷേത്രത്തിലെ മൂർത്തിക്ക് നിത്യാരാധനയുമുണ്ട്. മഹേശപുരത്തെ മൂലവിഗ്രഹമായ രാധാവല്ലഭൻ ബർഹാപുരിയിലെ സൈദാബാദ് ഗോസ്വാമിമാരാൽ ഏറ്റെടുക്കപ്പെട്ടിരിക്കുന്നു.
പുതിയ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടതിനു ശേഷം മഹേശപുരത്തെ ഒരു ജന്മി കുടുംബം അവയുടെ ആരാധനയുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നു. മാസത്തിലെ ജനുവരി ഫെബ്രുവരി പൗർണമി നാളിൽ സുന്ദരാനന്ദന്റെ അന്തർധാന വാർഷികം പതിവായി ആചരിക്കപ്പെടുന്നു. ഈ ഉത്സവം ആചരിക്കാൻ സമീപ പ്രദേശങ്ങളിലുള്ള ജനങ്ങളെല്ലാം ഒത്തുചേരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതി നാമിനേ. ശ്രീവാഷവാനവീ ദേവി ദൈത്യായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജലപ്രേമാഢ്യാരൂപാനുഗാ ഭക്തിദാം ഗൗരകരുണാശക്തി വിഗ്രഹായാം നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണേ രൂപാനുഗാ വിരുദ്ധവസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജേ തേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗാവരായതേ. ഗൗരാവിർഭവഭൂമേസ്ത്വം നിർദ്ദിഷ്ടാ സജ്ജനപ്രിയാം വൈഷ്ണവ സാർവഭൗമോ ശ്രീജഗന്നാഥായ തേ നമഃ. ശ്രീരൂപ സനാതനാം ഭട്ടരഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ടാദാസ രഘുനാഥ. ഏച്ചായ ഘോഷായ കോരിചരൺ ബന്ധൻ ജഹാമോതി വിഘ്നാനാശ അഭീഷ്ടപൂരൺ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹോദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമ്നേ ഗൗരത്വിഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. ജയദാം സരദോ പങ്കോർ മമ മന്ദമതീർഗതി മത്സർവസ്വദാംബോജോ രാധാ മദനമോഹനോ. ദിവ്യാവൃന്ദാരണ്യകൽപതുമദാ ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീരഗോവിന്ദദേവോ പ്രേഷ്ഠാദിഭിः സേവ്യമാനോ സ്മരാമി. ശ്രീമൻ രാസരസാരംഭി വംശീവടതടസ്ഥിതഃ കർഷൻ വേണുസുനൈർഗോപി ഗോപിനാഥ ശ്രീയേതുനാ. ഭക്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. രാമദാസ മുഖ്യ ശാഖ സഖ്യ പ്രേമരാസി ശോലാസംഗേര കാഷ്ഠായേ തൂലി കൈലവംശി. Ramadasa, one of the chief branches, was full of fraternal love of Godhead. He made a fruit from his stick with 16 laws. ജ്ഞാനപ്രഭുവിൻ്റെ വംശി അല്ലെങ്കിൽ പാവഴി പരമ്പര, അതിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ ആരൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറേയധികം ഡിവോട്ടീസിനെ പറ്റി പറഞ്ഞു. കഴിഞ്ഞതിൽ രാമദാസ ഗദാധരദാസ എന്ന രണ്ടുപേരെ പറ്റി പറഞ്ഞു.
ഈ രാമദാസ ഗദാധരദാസ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യന്മാരാണ്. പക്ഷേ അവര് ചൈതന്യ മഹാപ്രഭുവിന്റെ കൽപ്പന പ്രകാരം, നിർദ്ദേശപ്രകാരം നിത്യാനന്ദ പ്രഭു ബംഗാളിലേക്ക്, ഗൗഡദേശത്തിലേക്ക് ഹരിനാമം പ്രചരണത്തിനായി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഇവരും അനുഗമിച്ചിരുന്നു. അപ്പോ ആരാ ഈ രാമദാസ എന്നിവിടെ പറയുന്നത് വെച്ചാൽ അദ്ദേഹം സഖാഭാവത്തിലുള്ള ഒരു ദാസനാണ്. കൃഷ്ണന്റെ സഖാഭാവത്തിൽ വരുന്ന അസോസിയേറ്റ് ആണ് രാമദാസ എന്ന. അധികം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അധികവും നിത്യാനന്ദ പ്രഭുവിന്റെ ശിഷ്യന്മാരിലെല്ലാം കുറേയധികം ആൾക്കാരെ സഖാഭാവത്തിലുള്ള ആൾക്കാരാണ്. അപ്പോ ഭഗവാനെ വേണ്ടി സേവ ചെയ്യുക. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടത് നമുക്കറിയാം വടക്കുള്ളാണ്. ഭഗവാന്റെ ഡ്രസ്സിനേക്കാളോ മയിൽപീലിയേക്കാളോ ഇതൊക്കെയാണ് ശരി, അതിനേക്കാൾ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാനും വടക്കുള്ളാണ്. അപ്പൊ അതുണ്ടാക്കാൻ വളരെ വിദഗ്ധനായി. അതുകൊണ്ട് 16 നോട്ട്സുള്ള കെട്ടുകളുള്ള ഒരു ഓടക്കുഴൽ അദ്ദേഹം ഉണ്ടാക്കാറില്ല. കൃഷ്ണന്റെ ദ്വാപരയുഗത്തിൽ കൃഷ്ണന്റെ വൃന്ദാവനയിൽ ഇതൊരു സേവയായിരുന്നു രാമദാസൻ. അപ്പൊ അതിന് തുടർച്ചയായിട്ട് ഇവിടെ ഇരിക്കുമ്പോഴും അദ്ദേഹം ഭഗവാനായിട്ട് ഓടക്കുഴൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സേവയാണ്, കൃഷ്ണമായിട്ടുള്ള പാസ് ടൈമിൻ്റെ ഭാഗമാണത്. അങ്ങനെ ഇതുപോലെ ധാരാളം ഭക്തന്മാർ അല്ലെങ്കിൽ ഗോപന്മാരുടെ ഭാവത്തിൽ വരുന്ന നിത്യാനന്ദ പ്രഭുവിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ അസോസിയേറ്റ്സ് പലതരത്തിലുള്ള സേവകളിൽ സഖാക്കള് സഖാഭാവത്തിലുള്ള ഭക്തന്മാരെ അല്ലെങ്കിൽ ഗോപന്മാര് ഏതൊക്കെ സേവയാണ് കൃഷ്ണൻ ചെയ്തിരിക്കുന്നത് 10ാം സ്കന്ധത്തിൽ നമുക്ക് കാണാൻ പറ്റും. കൃഷ്ണൻ ആനന്ദനായിട്ട് അവർ ചിലപ്പോൾ പക്ഷികളെ പോലെ പറക്കും, ചിലപ്പോൾ കുരങ്ങന്മാർ പോലെ ചാടും, ചിലപ്പോൾ മരത്തിന്റെ മുകളിൽ കൂടെ കയറിപ്പോവും, ചിലപ്പോൾ വലിയ പർവ്വതം അതിൻ്റെ ഉൾക്കൂടെ ബ്രിഡ്ജൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോവും, ചിലപ്പോൾ ശലഭങ്ങളെ പോലെ ഗാനം ചെയ്യും. ഇങ്ങനെ ധാരാളം പാസ് ടൈംസ് വൃന്ദാവനത്തിലേക്ക് കൃഷ്ണൻ ഇറങ്ങുമ്പോൾ കൃഷ്ണ സഖാക്കാർ ഭക്തന്മാരുടെ ഗോപന്മാരുടെ ഈ പാസ് ടൈംസ്. അപ്പോൾ കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ ആവിർഭാവം സമയത്ത് അദ്ദേഹം ബലദേവനായിരുന്നപ്പോൾ ബലദേവൻ്റെ എല്ലാ ഫ്രണ്ട്സും എല്ലാ ഗോപന്മാരും നിത്യാനന്ദ പ്രഭുവിനൊപ്പം വരുന്നുണ്ട്. എന്നാൽ ഗദാധരദാസ കുറച്ചും വ്യത്യാസമുണ്ട്. ഗദാധരദാസ ഗോപി ഭാവേ പൂർണാനന്ദ യാൻഡ്ര ഘരേ ദാനകേളികയില നിത്യാനന്ദ. Srila Gadadharadasa was always fully absorbed in the ecstasy as a gopi. Gopi bhadrana അദ്ദേഹത്തിൽ ഉണ്ടാവുക. In his house, Lord Nityananda enacted drama ദാനകേളി. ദാനകേളി എന്ന് പറഞ്ഞ വളരെ മധുരമായിട്ടുള്ള അമൃതതുല്യമായിട്ടുള്ള പാസ് ടൈമാണ് കൃഷ്ണൻ വൃന്ദാവനത്തിലുള്ള കൃഷ്ണൻ രാധാറാണിയും തമ്മിലുള്ള കൃഷ്ണന്റെ ഫ്രണ്ട്സും രാധാറാണിയും രാധാറാണിയുടെ ഗോപിമാരും കൂടിയിട്ടുള്ള ഒരു കളിയാണത്. കളി എന്ന് വെച്ചാൽ ഒരു വഴക്ക് പോലെയാണത്. നമുക്കറിയാം ഇവരെ മെയിനായിട്ട് പാൽ കച്ചവടമാണ് യാദവ ഗണത്തിൻ്റെ മെയിൻ ബിസിനസ് അതാണ്. അപ്പോൾ എല്ലാ വീട്ടിലും ധാരാളം പശുക്കളുണ്ടാവും, പശുക്കളിൽ നിന്ന് ധാരാളം പാലുണ്ടാവും, പാലിൽ നിന്ന് തൈരിൽ നിന്ന് വെണ്ണയിൽ നിന്ന് നെയ്യ്, ഇതെല്ലാം പാൽ ഉൽപ്പന്നങ്ങൾ ഇത് അടുത്തടുത്ത ഗ്രാമങ്ങളിലേക്ക് അല്ലെങ്കിൽ മധുരയിലേക്ക് കൊണ്ടുപോയിട്ട് വിൽറ്റിട്ടാണ് അവരുടെ ഈ ഗോവാണിജ്യം അല്ലെങ്കിൽ ഗോ സംരക്ഷണം നടത്തിയത്. അപ്പോൾ ഇത് തലയിൽ കുടങ്ങളായിട്ട് രാധാറാണിയും മാതാവിൻ്റെ സഖിമാരും മുഖ്യമായിട്ട് അഷ്ടസഖികൾ ലളിത വിശാഖ കൂടിയിട്ടുള്ള ആൾക്കാരെല്ലാം കൂടിയിട്ട് എല്ലാ ദിവസവും കൂടെ പോകും. അപ്പോൾ വൃന്ദാവനിൽ നിന്ന് മധുരയ്ക്ക് പോകുമ്പോൾ ചില ഭാഗത്ത് ഇടുങ്ങിയിരിക്കും, വഴി ഭയങ്കര ഇടുങ്ങിയിരിക്കും, വളരെ നാരോ ആയിരിക്കും. അതിന് ഇതിൽ ശങ്കരി ഖോർ എന്ന് പറയും. ശങ്കരി മീൻസ് പാസേജ്, ഖോർ ശങ്കരി മീൻസ് നാരോ, ഖോർ മീൻസ് പാസേജ്. അപ്പോൾ ശങ്കരി ഖോർ എന്ന സ്ഥലത്ത് നമ്മൾ ഉദാഹരണത്തിൽ പോകുമ്പോൾ ആ പാസ് ടൈമിങ് കാണിക്കുന്ന സ്ഥലത്ത് കാണാൻ പറ്റും. ബർസാനയുടെ അടുത്താണ്, ബർസാനയ്ക്ക് പോകണ വഴിക്കാതെ.
അപ്പോൾ അവിടെ കൃഷ്ണനും ഗോപന്മാരും കൂടി ഇവരെ തടഞ്ഞിട്ട് പറയും, ഇത് ഞങ്ങൾക്ക് ടാക്സ് ആണ്, ദാനാച ടാക്സ് ആണ്, ഞങ്ങൾ ടാക്സ് കളക്ടേഴ്സ് ആണ്, ഞങ്ങളുടെ കംസന്റെ ടാക്സ് കളക്ടേഴ്സ് ആണ്. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവർ ഒരു ഇതിലേക്ക് ഇട്ടിട്ട് തലക്കെട്ടൊക്കെ കെട്ടിയിട്ട് ഭയങ്കര ഗൗരവത്തിൽ, ഞങ്ങൾ കംസന്റെ ടാക്സ് കളക്ടേഴ്സ് ആണ്, ഈ വഴിക്ക് നിങ്ങൾ മധുരയ്ക്ക് പോയിട്ട് അകത്തേക്കും വിൽക്കുമ്പോൾ അതിന് ടാക്സ് ഉണ്ടാവും, ആ ടാക്സ് ഇപ്പം തന്നെ തരണം, അത് നിങ്ങൾ പണം ഇല്ലെങ്കിൽ നിങ്ങളത് പാലായിട്ടും വെണ്ണയായിട്ടും തന്നാൽ മതി എന്നെങ്കിലും പറഞ്ഞിട്ട് കൃഷ്ണനും ഗോപന്മാരും കൂടി രാധാറാണിയും ഗോപിമാരെയും അവർ കളിയാക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ലളിത വിശാഖമാർക്ക് അവർക്കറിയാം ഇത് കൃഷ്ണൻ്റെ സൂത്രമാണെന്ന്. അപ്പോൾ അവർ തിരിച്ചങ്ങോട്ട് അതേ രീതിയിൽ അങ്ങോട്ടും പ്രതികരിക്കും. ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഇത് ഞങ്ങളുടെ ഭാഗമാണ്, ഞങ്ങളുടെ രാജ്യമാണത്, ഈ രാജ്യത്ത് ടാക്സ് കളക്ട് ചെയ്യാൻ ആർക്കും അവകാശമില്ല. അതുകൊണ്ട് ടാക്സ് കളക്ട് ചെയ്യാൻ നിങ്ങൾ മധുരയിൽ പോയിട്ട് കളക്ട് ചെയ്യാൻ മതി, ഇവിടെ ഒന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അവരങ്ങോട്ടും തിരിച്ചു പറയും. അപ്പോൾ ഭയങ്കര വഴക്കം, അങ്ങോട്ടും പിടിപിലി, അങ്ങനെ വലിക്കലിക്ക് ഉണ്ടാവും. അങ്ങനെ ഭയങ്കര പാസ്റ്റ് ടൈം, എപ്പോഴും പാസ്റ്റ് ടൈമാണ് ഇവിടെ പോകുമ്പോൾ. ആ സ്ഥലത്ത് ദാനാക്കേലി നമ്മൾ ഇതിൽ പോകുമ്പോൾ കാണാൻ പറ്റും, തുടക്കം തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ദാൻഘട്ട് നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ ഗോവർദ്ധൻ പെരക്കം നടക്കുമ്പോൾ അവിടെയും കാണാൻ പറ്റും ദാൻഘട്ട്. പക്ഷെ ഇവിടെ മെയിനായിട്ട് പറഞ്ഞാൽ ബർസാന. അപ്പോൾ അവിടെ ഈ പാസ്റ്റ് ടൈം നിത്യാനന്ദ പ്രഭു ഗദാധരദാസൻ്റെ വീട്ടിൽ ചെയ്യുമായിരുന്നു. അങ്ങനെ അവർ ആനന്ദിക്കും. പിന്നെ പറ്റി പറയുന്നത് മാധവ് ഘോഷയാണ്. ശ്രീ മാധവ് ഘോഷ മുഖ്യ കീർത്തനീയ ഗണേ നിത്യാനന്ദ പ്രഭു നൃത്യകരെ യാൻറ ഗാണേ. മാധവ് ഘോഷ വേറെ വലിയൊരു നിത്യാനന്ദ പ്രഭുവിൻ്റെ അസോസിയേറ്റാണ്. അദ്ദേഹം അതിഗംഭീരമായ കീർത്തനം ചെയ്യും. കീർത്തനം ഗംഭീരമാണ് അദ്ദേഹത്തിൻ്റെ. ആ കീർത്തനത്തിൽ മുഴുകിക്കൊണ്ട് നിത്യാനന്ദ പ്രഭു മതിമറന്ന് ഡാൻസ് ചെയ്യും. പിന്നീട് പറയുന്ന വാസുദേവ ഘോഷ ഡിസ്ക്രൈബ് ലോർഡ് നിത്യാനന്ദ. When Vasudeva Ghosha described Lord Nityananda and Chaitanya while performing Kirtana, even wood and stone will melt upon hearing it. അത്രയും ഭാവത്തോടുകൂടിയാണ് വാസുദേവ ഘോഷ, വളരെ ഭാവത്തോടെയും നിത്യാനന്ദ പ്രഭുവിൻ്റെയും ചൈതന്യ മഹാപ്രഭുവിൻ്റെയും പാസ്റ്റ് ടൈംസ് ഒരു കീർത്തൻ രൂപത്തിൽ കീർത്തൻ വെച്ചുകൊണ്ട് ഞാൻ ആലോചിക്കുമ്പോൾ അത് കേട്ട് മരക്കഷ്ണങ്ങളും കല്ലുകളും അതുപോലെ ദ്രവിച്ചു. എന്ന് വെച്ചാൽ നമുക്കറിയാം അതിലെ യാതൊരു തരം മോഷമില്ലാത്ത ആൾക്കാരാണ് ഈ മരക്കഷ്ണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കല്ല് എന്ന് പറയാൻ അത്രയും നിർവികാരാണ്. അത് ചേതനയില്ലാത്ത സ്ഥലങ്ങളാണ്, ചേതനയില്ലാത്താണ് ഈ പറഞ്ഞ സാധനം. അപ്പം ചേതനയില്ലാത്ത മരക്കഷ്ണങ്ങളും ചേതനയില്ലാത്ത കല്ലുകളും അതുപോലും ദ്രവിക്കുന്നതാണ്. ഇത് ഭഗവാൻ ഈ വാസുദേവ ഘോഷിൻ്റെ കീർത്തനം കേട്ടിട്ട് അത്രയധികം അവർ ലയിച്ചു. അപ്പൊ അത്രയധികം സുമധുരമായിട്ടാണ് ഇദ്ദേഹം കീർത്തനം ചെയ്യുക, അത്രയും ഭാവത്തിലാണ് ചെയ്യുന്നത്. ഈ അതിന്റെ ഭാവം കേട്ടുകഴിഞ്ഞാൽ സകല ആൾക്കാരും മരങ്ങളൊക്കെ കരയെന്ന് പറയും. വേറെ പലയിടത്തും കാണാൻ പറ്റില്ല അങ്ങനെ ഭഗവാന്റെ ഭക്തന്മാര് ആലപനം ചെയ്യുമ്പോൾ ചേതനയില്ലാത്ത സാധനങ്ങൾ പോലും ചേതന ഉണ്ടാവും അവർക്ക്. അത്രയും ഉന്നതമായിട്ടുള്ള ഭക്തിയിലാണ്, ഈ ഭാവത്തിലാണ് ഇതെല്ലാം കീർത്തനം ചെയ്യുക. പിന്നെ മുരാരി ചൈതന്യദാസേര അലൗകിക ലീല വ്യാഘ്രകാലേ ചടാമാരേ സർപ്പസനെ ഖേല. There were many extraordinary activities performed by Murari, a great devotee of Lord Chaitanya Mahaprabhu. Sometimes in his ecstasy, he would slap the cheek of a tiger, and sometimes he would play with a venomous snake. വേറെ ഡിവോട്ടി ഇവിടെ ഉള്ളിലിങ്ങനെ തട്ടും, പിന്നെ വിഷസർപ്പത്തിന്റെ കൂടെ കളിക്കും. മുരാരി ചൈതന്യമഹാപ്രഭുവിന്റെ ഭക്തനാണ്. അദ്ദേഹം പാസ്റ്റ് ടൈം അദ്ദേഹം എവിടെ വേണമെന്നെല്ലാം പറയുമ്പോൾ നമുക്ക് ശിലപ്രഭാത് ഒരുമാതിരി കുറേ പർപ്പട്ടിലെല്ലാം ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിയുടെ അനുഭാഷയിൽ നിന്ന് കൂട്ടിയാറുണ്ട്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് നോക്കുമ്പോൾ ഇവരുടെ എവിടെയാണ് വരുന്നത്, അവരുടെ ജിയോഗ്രഫി, അവർ വരുന്ന സ്ഥലം ഏതാണ്, അവരുടെ ഗ്രാമം ഏതാണ്, ഇത് കൃത്യമായിട്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി അതെപ്പോഴും റെയിൽവേ സ്റ്റേഷനെ കണക്ട് ചെയ്യാം.
ആൾക്കാരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. കാരണം റെയിൽവേ സ്റ്റേഷൻസ് ഉടനീളെ സ്റ്റേറ്റ് മുഴുവൻ ഉണ്ടാവും. അപ്പോൾ ഏത് ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്, അതിനടുത്തുള്ള സ്റ്റേഷൻ ഏതാണ്, ഈ സ്റ്റേഷനിൽ എത്ര ദൂരെയാണ് ഈ ഗ്രാമം എന്നൊക്കെ കാണാൻ പറ്റും. പല ഡ്യൂട്ടീസ് നമ്മൾ കണ്ടു കഴിഞ്ഞ രണ്ട് അധ്യായങ്ങളായിട്ട് എപ്പോഴും റെയിൽവേ സ്റ്റേഷനായിട്ട് കണക്ട് ചെയ്യാറില്ല. അതാണ് എളുപ്പം. ഒരു ജിയോഗ്രഫി നമ്മൾ പറയുമ്പോൾ എവിടെയാണ് പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ എടുത്താൽ മതി, അല്ലെങ്കിൽ മുളാത്ത റെയിൽവേ സ്റ്റേഷൻ. അതാണ് പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു പോയിന്റ് പറയാം, ശരിയായിട്ടുള്ള അത് ഒരു മുഖമുദ്ര, മൈൽ സ്റ്റോൺ എന്ന് പറയും. മൈൽ സ്റ്റോൺ അതാണ്. എപ്പോഴും സ്റ്റേഷനെ വെച്ചിട്ടാണ് ഒരു ജിയോഗ്രഫി, സ്ഥലം എവിടെയാണ് പറഞ്ഞു കൊടുക്കുക, സ്റ്റേഷനെ വെച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രാമം വിട്ടിട്ട് നവദ്വീപിലേക്ക് വരുന്നുണ്ട്. നവദ്വീപിൽ അദ്ദേഹം മോഡൻ ഡൂമ എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡ്, അവിടെയാണ് താമസം, ദ്വീപിലാണ്. അപ്പോൾ നവദ്വീപ് എന്ന് പറയുമ്പോൾ 9 ദ്വീപുകൾ അടങ്ങിയുണ്ട്. ദ്വീപുകൾ അടങ്ങിയിട്ടുള്ളതാണ് നവദ്വീപ്. നവദ്വീപ് വെച്ചാൽ 9 ദ്വീപുകൾ. അത് നദിയ ഡിസ്ട്രിക്റ്റ് വരുന്നതാണത്. ബംഗാളത്തെ നദിയ ഡിസ്ട്രിക്റ്റിനടുത്താണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു താമരയുടെ ഇതുള്ള പോലെ, താമരയുടെ 8 താമര ഇതളുടെ ഉള്ളിൽ ഉള്ള അതാണ് അതിൻ്റെ ഷേപ്പ്. അത് അപ്പോൾ അതിൽ ഏറ്റവും നടുവിൽ കിടക്കുന്ന അന്തർദ്വീപ് ഏറ്റവും മൊത്തം ഇതിൻ്റെ നടുവിൽ നിൽക്കുന്ന ദ്വീപ് അന്തർദ്വീപ് പറയും. ഈ അന്തർദ്വീപിലാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആവിർഭാവം. അതേ ഒരു ഇതിൻ്റെ വേപ്പിൻ മരത്തിൻ്റെ കീഴിലാണ് അദ്ദേഹം ജന്മം നടന്നത്. അതുകൊണ്ട് അതിൻ്റെ പേര് നിമായി എന്ന് പേര് വന്നത്. നിമായി വെച്ച് കഴിഞ്ഞാൽ വേപ്പാണ്. അപ്പോൾ അതിന് കീഴെ ജനിച്ചുകൊണ്ട് നിമായി എന്ന പേര് അദ്ദേഹത്തിനുണ്ട്. അത് വരുന്നത് അന്തർദ്വീപ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അന്തർദ്വീപിന് ചുറ്റും വേറെ കുറേ ദ്വീപുകളുണ്ട്. അപ്പോൾ അന്തർദ്വീപിൻ്റെ ഓരോ ദ്വീപിനും അതിൻ്റെതായിട്ടുള്ള ഒരു ദാർശനികം ഇതുണ്ട്. അത് എന്താണ് കാണിക്കുന്നത്, അതിൻ്റെ സൂചന എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ, അന്തർദ്വീപ് കംപ്ലീറ്റ് സെൽഫ് സറണ്ടർ. ചൈതന്യ മഹാപ്രഭു ആവിർഭാവം ചെയ്ത സ്ഥലമാണ്. അതിൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരണാഗതി, സർവശരണം ചെയ്യുന്നു, ഭഗവാനെ ശരണം ചെയ്യുന്നു. പിന്നെ അതിൻ്റെ അടുത്തുള്ള ദ്വീപാണ് സീമന്ത് ദ്വീപ് ഗംഗാനദിയുടെ കിഴക്ക് ഭാഗത്താണ്. ഇത് ശ്രവണമാണ്, ഭഗവാന്റെ കാസ്റ്റ് ടൈംസ് കേൾക്കുന്ന സ്ഥലമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്തതാണ് സീമന്ത് ദ്വീപ്. പിന്നെ ഗോദ്രുമ ദ്വീപ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ദ്വീപാണ്. അത് ചാൻറ്റിങ് ആൻഡ് പ്രീച്ചിങ്, ചാൻറ്റിങ്, കീർത്തനം ചെയ്യുക, പ്രീച്ച് ചെയ്യുക, ഇതാണ് ഗോദ്രുമ ദ്വീപിനിത്. മധ്യദ്വീപ നടുവിലാണ് നടക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ഓർമ്മ, സ്മരണമാണ് അവിടെ ഉള്ളത്, ഡിവൈൻ കമ്മ്യൂൺ, രാധാകൃഷ്ണന്റെ സ്മരണം. പിന്നെ കോലദ്വീപ്, 5ാമത്തെ ദ്വീപ് കോലദ്വീപ്, ഭഗവാന്റെ ഭഗവാന്റെ പാദങ്ങൾ സേവ ചെയ്യുന്ന സ്ഥലമാണ് കോലദ്വീപ്. ഋതുദ്വീപ് ഡെയ്റ്റി വർഷിപ്പ് ആൻഡ് റിച്വൽസ്, ഇതിന് പ്രസിദ്ധമാണ് ഈ ഋതുദ്വീപ്. പിന്നെ ജാണ്ടുദ്വീപ്, 7ാമത്തെ ജാണ്ടുദ്വീപ് ഗംഗാനദിയിലെ ഇവിടെ പടിഞ്ഞാറ് ഭാഗത്ത്. അത് ഓഫറിംഗ് പ്രേയേഴ്സ്, ഭഗവാന് കീർത്തനം ചെയ്യുക, അല്ലെങ്കിൽ ഭഗവാനുണ്ട് ഇതറിയാം, പ്രേയേഴ്സ്, പൂജകൾ അല്ലെങ്കിൽ പ്രാർത്ഥന, ഭഗവാൻ പ്രാർത്ഥന ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ 8ാമത്തെ ഈ പറഞ്ഞ മോദുദ്വീപ സെർവിറ്റ്യൂഡ് ആൻഡ് ഡെഡിക്കേഷൻ ടു ലോർഡ്, ഭഗവാന്റെ ദാസരൂപത്തിൽ സേവ ചെയ്യുന്ന ആൾക്കാർ, അതിൻ്റെ ഒരു ഡെഡിക്കേഷനാണ് മോദുദ്വീപ. രുദ്രദ്വീപ് 9ാമത്തെ, അവിടെ ഭഗവാനെ ആരാധനയും, പിന്നെ രാധാകൃഷ്ണ നമ്മുടെ ആ മനസ്സ് കാഴ്ചവെക്കുക, ഈ സ്ഥലമാണ് രുദ്രദ്വീപ്. അങ്ങനെ 9 ദ്വീപുകളാണ്
നവദ്വീപ് എന്നാണ്. അതിൻ്റെ വിശേഷമായിട്ടുള്ള സവിശേഷതകൾ, അതിന് ദാർശനികമായ സവിശേഷതകൾ അല്ലെങ്കിൽ ഭക്തിപരമായിട്ട് സവിശേഷതകൾ ഇതൊക്കെയാണ് ഇപ്പം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പാസ്റ്റ് ടൈം, മുരാരി ദാസിൻ്റെ പാസ്റ്റ് ടൈം നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം എപ്പോഴും കരടി, സിംഹം, പുലി ഇവരൊക്കെയായിട്ട് എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കും. പാമ്പായിട്ട് കളിച്ചുകൊണ്ടിരിക്കും. പുലി കണ്ണേ ചിലപ്പോൾ ഒന്ന് ചെകിടത്തൊന്ന് കൊടുക്കും, ഒരടി കൊടുക്കും തമാശയ്ക്ക്. പാമ്പിനെ എടുത്ത് മടിയിൽ വെക്കും. കാരണം അദ്ദേഹത്തിന് ആ എക്സ്റ്റേണൽ ബോഡി, ശാരീരിക ബന്ധങ്ങൾ തീരെയില്ല. ബോഡി കോൺഷ്യസ്നസ് എന്നുള്ളത്, ശരീര അവബോധം എന്നുള്ളത് തികച്ചും 100% പൂജ്യമാണ് അദ്ദേഹത്തിന്. ഒന്നുപോലും ലവലേശം പോലും ശരീര ചിന്തയില്ലാത്ത ആളാണ്. ആ ശരീരത്തിനോട് ഉദാസീന ഭാവമാണ്. ഭഗവത്ഗീതയിൽ നമ്മൾ പറയും 14-ാം അധ്യായത്തിൽ ഉദാസീന ഭാവം, ഗുണങ്ങളോട് ഉദാസീന ഭാവം. എന്നാൽ ഭഗവാനോട് എന്താണ്? അത്രയും അറ്റാച്ച്മെന്റ്. ഇവിടെ മുരാരിഗുപ്ത അതുപോലെ കറക്റ്റാണ് പറഞ്ഞത്. അദ്ദേഹം ശരീരത്തിൻ്റെ യാതൊരു ബന്ധവുമില്ല, ശരീരമായിട്ട് ഉദാസീന ഭാവമാണ്. അപ്പോൾ അതിനുണ്ട് അദ്ദേഹത്തിന് യാതൊരു ഭയവും ഇല്ല. ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്നോ അങ്ങനത്തെ യാതൊരു ഭയവും ഇല്ല. എന്നാൽ അതേ സമയത്ത് ഭഗവാന്റെ കീർത്തനം ചെയ്യുക, ഭഗവാന്റെ നാമം അറിയാം. അപ്പോൾ അതിൻ്റെ എല്ലാ ഓജസ്സും എല്ലാ തേജസ്സും എല്ലാം എടുത്തുകൊണ്ട് അദ്ദേഹം ചെയ്തത്. അത്രയധികം ഭാവത്തോടുകൂടിയിട്ടും അത്രയും ഓജസ്സോടുകൂടി അത് എനർജറ്റിക് ആയിട്ട് അദ്ദേഹം കീർത്തനം ചെയ്യും, അദ്ദേഹം ഭജൻ ചെയ്യും, ജപിക്കും. ചിലപ്പോൾ അദ്ദേഹം വെള്ളത്തിനടിയിൽ 2-3 ദിവസം അടിയിലിരിക്കും. മെഡിറ്റേഷൻ, ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ചിലപ്പോൾ എഴുതിയെന്ന് വരും. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചൊന്നും അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല. ചില ഭഗവാന്റെ വക്രേശ്വര പണ്ഡിതിനെ പറ്റി പറയുന്നു. വക്രേശ്വര പണ്ഡിത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 72 മണിക്കൂർ തുടർച്ചയായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. 72 മണിക്കൂർ തുടർച്ചയായിട്ട് ഡാൻസ് ചെയ്യാം. നമുക്ക് ആലോചിക്കാൻ പറ്റും. നമ്മൾ 5 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം ഡാൻസ് കഴിഞ്ഞാൽ കിതയ്ക്കും, അയ്യോ വയ്യാണ്ടാവും. പക്ഷേ ഇദ്ദേഹത്തിനെ പോലത്തെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അസോസിയേറ്റ്സ്, അവരെ സംബന്ധിച്ചോളം ശാരീരികമായിട്ട് ചിന്തയില്ല അവർക്ക്. അതുകൊണ്ട് അവർക്ക് ഉറക്കവും ഇല്ല, ഊണും ഒന്നും ആവശ്യമില്ല. വേറെ ഏത് സമയത്തും കൃഷ്ണൻ്റെ കീർത്തനം ചെയ്തുകൊണ്ട് ഉന്മാദവനായിട്ട് ഡാൻസ് ചെയ്യാം. ഇതാണ് അവരുടെ പണി. ഇന്ദിദാസ് പ്രഭു അദ്ദേഹത്തിൻ്റെ ഇതിൽ ബുക്കിൽ കണ്ട്, നിങ്ങൾക്ക് ഒരിക്കലും സംശയം തോന്നണ്ട, നിങ്ങൾ ദിവസം 6 മണിക്കൂർ 8 മണിക്കൂർ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ശരിയായിട്ടുള്ള റിലാക്സേഷൻ, ശരിയായിട്ടുള്ള എക്സ്റ്റസി അപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇത് ഡെയിലി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അങ്ങേറ്റം എക്സ്റ്റസി ഉണ്ടാവും. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ശരീര സംബന്ധമായിട്ട് കാര്യങ്ങൾ വരുമ്പോൾ വല്ല മണ്ണോ മരമായിട്ടാണ് അദ്ദേഹം പെരുമാറുക. അത്രയും നിർവികാരമായിട്ട് ഉദാസീനമായ ഭാവത്തിൽ. അതേസമയത്ത് കൃഷ്ണഭക്തി, കൃഷ്ണമന്ത്രം, കീർത്തനം എന്നൊക്കെ പറയുമ്പോൾ സകല ഉത്സാഹത്തോടുകൂടി എല്ലാ എനർജി ഉപയോഗിച്ചാണ് അദ്ദേഹം ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അപ്പോൾ എപ്പോഴും കൃഷ്ണബോധം, വൈബ്രേഷൻ എപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുക. അത്രയധികം എന്താ പറയുക, കൃഷ്ണബോധം നിറഞ്ഞു നിൽക്കുന്ന ശരീരമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം സ്പിരിച്വലാണെന്ന് പറയും. കാരണം അവിടെ ഭൗതികത്തിന് യാതൊരു സ്ഥാനമില്ല. ഭൗതികമില്ല, മുഴുവൻ എടുത്തു കളഞ്ഞു. ലവലേശം ഭൗതികമായിട്ട് കാര്യങ്ങൾ അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബോത്ത് സട്ടിൽ ബോഡി ആസ് വെൽ ആസ് ദി ഗ്രൂസ് ബോഡി, കാണുന്ന ഗ്രൂസ് ബോഡി, ഉള്ളിക്കുന്ന സട്ടിൽ ബോഡി ഒക്കെ സ്പിരിച്വലാണ്. ഗുണത്തിന് പുറത്തു വന്നാൽ ആദ്യം സൂക്ഷ്മ ശരീരത്തിനാണ് അദ്ദേഹത്തിന് അവർക്ക് മനസ്സിലാവുക അദ്ദേഹം ഗുണത്തിന് പുറത്തു വന്നു എന്നുള്ളത്. പിന്നെ അത് സ്ഥൂല ശരീരത്തിലും ബാധിക്കും. അപ്പോൾ ഇവിടെ നമുക്കറിയാം സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനും കംപ്ലീറ്റ് ഉദാസീനായിട്ടാണ്. അതേസമയം ആത്മീയമായ കാര്യം വരുമ്പോൾ അങ്ങേയറ്റം ഉത്സാഹവും അങ്ങേയറ്റം ഓജസ്സും തേജസ്സും ഒക്കെ എടുത്താണ് ചെയ്യുക. ഇതാണ് ഭക്തന്മാരുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെയുള്ള ഭക്തൻ വഴിയിൽ കൂടെ നടക്കുമ്പോൾ തന്നെ കൃഷ്ണാബോധം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പ്രസരിക്കും. അപ്പോൾ അപ്പുറത്തേക്ക് ആ ഭാഗത്തേക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ മനസ്സിലായത് സാധാരണ ആളല്ല, ഇത് വളരെ തേജസ്വിയായ പുരുഷനാണ് എന്ന് വിചാരിച്ച് അവർ അദ്ദേഹത്തെ നമസ്കരിക്കും കൂട്ടുക. അത്രയധികം പ്രധാനപ്പെട്ട, അത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള, അത്രയും ഒരു ആത്മീയ തലത്തിൽ നിൽക്കുന്ന ഒരു ഡിവോട്ടിയാണ്
മുരാരിദാസ്. അതിനുശേഷം നിത്യാനന്ദരായി ഗണായാത സഭാ വ്രജസഖ ശൃംഗവേത്ര ഗോപവേശ സിരേ ശിഖിപാഖ. അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ അറിയാം അദ്ദേഹത്തിൻ്റെ ശാഖകളിരിക്കുന്ന മുഖ്യ പ്രമുഖമായിട്ട് എല്ലാവരും സഖാഭാഗത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു ഗോപൻ എങ്ങനെയൊക്കെ ആയിരിക്കും, അതിൻ്റെ മുദ്രകൾ ഏതൊക്കെയാണ്? കയ്യിലൊരു കൊമ്പുണ്ടാവും പശുക്കളെ വിളിക്കാനായിട്ട്, പിന്നെ കയ്യിൽ വടിയുണ്ടാവും, പശുക്കളെ മേയ്ക്കാണ്ട് വടികളുണ്ടാവും, പിന്നെ തലയിൽ കൃഷ്ണനെ പോലെ തന്നെ പീകോക്ക് ഫെദേഴ്സ് ഉണ്ടാവും, പിന്നെ ഘണ്ടിമാല ഇതെല്ലാം കയ്യിലുണ്ടാവും, പിന്നെ ശിഖയുണ്ടാവും. ഇതൊക്കെയാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തൻ്റെ ലക്ഷണങ്ങൾ, ബാഹ്യമായ ലക്ഷണങ്ങൾ. ബാഹ്യമായ ലക്ഷണം എന്താണ്? ഇതാണത്. ആന്തരികമായിട്ടുള്ള എപ്പോഴും കൃഷ്ണഭാവത്തിൽ മാത്രം ഇരിക്കുന്നു, കൃഷ്ണനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാർ ആന്തരികമായിട്ടുള്ള കൃഷ്ണ റിയലൈസേഷൻ കിട്ടിയ ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കൃഷ്ണത് എളുപ്പമല്ല, വളരെ ബുദ്ധിമുട്ടാണ്, വർഷങ്ങളോളം അതിനു വേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് ഗൗരവ ഗണോദേശ ദേവിയിൽ ജാൻമ മാതാജിയെ പറ്റി പറഞ്ഞു. ജാൻമ മാതാജി നമുക്കറിയാം ജ്ഞാനപ്രഭുവിൻ്റെ സഹധർമ്മിണിയാണ്, ഭാര്യയാണ്. പക്ഷേ അവർ വളരെ ഉന്നത തലത്തിലുള്ള ഭക്തനാണ്. അപ്പോൾ അവരുടെ മുദ്രകൾ അറിയാം. കയ്യിൽ കൊമ്പുണ്ടാവും, പിന്നെ വടിയുണ്ടാവും, മേയ്ക്കാൻ്റെ വടിയുണ്ടാവും. ഡ്രസ്സ് എങ്ങനെയാണ്? ധോത്തി, കുർത്ത, പിന്നെ തലയിൽ പീകോക്ക് ഫെദേഴ്സ്, പിന്നെ ഘണ്ടിമാല, ഇതൊക്കെ ആയിട്ടാണ് അവരുടെ ഡ്രസ്സ്. ശിഖയുണ്ടാവും. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഇസ്കോൺ ഡിവോട്ടി നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇസ്കോൺ ഡിവോട്ടീസിൻ്റെ മുഖമുദ്ര. അത് വ്രജവേഷം അതാണ്, വ്രജത്തിലെ വേഷം അതാണ്. അപ്പോൾ വ്രജവേഷം എന്താണോ അതേപോലെ നമ്മളും അതേപോലെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ജാൻവി മാതാജി, ഇവിടെ പേര് പറയാം, ജാൻവി മാതാജി നിത്യാനന്ദ പ്രഭുവിൻ്റെ വൈഫാണ്, സഹധർമ്മിയാണ്. അവർ നിത്യാനന്ദ പ്രഭുവിൻ്റെ വളരെ മുഖ്യമായിട്ട് ശിഷ്യയാണ്. അവരിലെ ജാൻവി മാതാജിക്ക് ധാരാളം ശിഷ്യഗണങ്ങളുണ്ടായിരുന്നു. ആ ശിഷ്യഗണങ്ങൾ നിത്യാനന്ദ പ്രഭുവിൻ്റെ ഡിവോട്ടീസായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്ത രഘുനാഥ വൈദ്യ ഉപാധ്യായ മഹാശയ യാൻഹാര ദർശനെ കൃഷ്ണ പ്രേമ ഭക്തി ഹയ. ഫിസിഷ്യൻ രഘുനാഥമാണ്, ഒരു വൈദ്യനാണ്. അദ്ദേഹത്തിനെ ഉപാധ്യായ എന്ന പേര് അറിയും. ഹി വാസ് എ ഗ്രേറ്റ് ഡിവോട്ടി. അദ്ദേഹത്തിൻ്റെ ദർശന മാത്രയിൽ തന്നെ നമ്മളുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണഭക്തി പുറത്തേക്ക് വരും, അല്ലെങ്കിൽ ഉണരും. അത്രയും എന്ന് വെച്ചാൽ അത്രയും വൈബ്രൻ്റ് എന്നർത്ഥം. നേരത്തെ നമ്മൾ ഇതേപോലെ മുരാരി പ്രഭുവിനെ പറ്റി, മുരാരിദാസിനെ പറ്റിയാണ്. മുരാരിദാസ നടക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഭാഗം മുഴുവൻ, ആറ്റ്മോസ്ഫിയർ മുഴുവൻ കൃഷ്ണാബോധം കൊണ്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ആ തരത്തിലുള്ള ഭക്തൻ തന്നെയാണ് രഘുനാഥ ഉപാധ്യായ എന്ന പേരിലുള്ള. അദ്ദേഹത്തിൻ്റെ ദർശനമാത്രയിൽ നമ്മളിരിക്കുന്ന കൃഷ്ണബോധം ഉണരും. ഇതാണ് ഉത്തമാധികാരിയുടെ ലക്ഷണമൊക്കെ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. ആരാണ് ആരാണ് കൃഷ്ണനാമം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും കൃഷ്ണനാമം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് കനിഷ്ഠാധികാരി. ആരാണ് എപ്പോഴും കൃഷ്ണനാമം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഹരേ കൃഷ്ണ മഹാന്തം ജപിക്കുന്നു, അയാളെ മധ്യമാധികാരി. ആരെ കണ്ടാൽ മറ്റുള്ളവർ കൃഷ്ണനാമം ജപിക്കുന്നുവോ അത് ഉത്തമാധികാരി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രഘുനാഥദാസ് ഗോസ്വാമി എന്നുള്ളത്, ഇത് രഘുനാഥദാസ് ഗോസ്വാമി, രഘുനാഥ ഉപാധ്യായ, അദ്ദേഹവും ഇതുപോലെ വളരെ ഉന്നതതലത്തിലുള്ള ഉത്തമാധികാരിയായിട്ടുള്ള ഭക്തനായിരുന്നു. അവസാനത്തെ ഭക്തൻ സുന്ദരാനന്ദനെ പറ്റിയാണ്. സുന്ദരാനന്ദ നിത്യാനന്ദ ശകാഭൃത്യ മർമ്മ യൻഹാരാസംഖ്യ നിത്യാനന്ദ കരേ വ്രജനർമ്മ. സുന്ദരാനന്ദനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം നിത്യാനന്ദ പ്രഭുവിൻ്റെ വളരെ അടിപ്പുള്ള
എപ്പോഴും സേവ ചെയ്യേണ്ടി മാത്രം. നിത്യാനന്ദപ്പനെ സേവ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ. നിത്യാനന്ദപ്പനെ വിട്ടു നിൽക്കുകയില്ല, എപ്പോഴും ഒട്ടി നിന്നിട്ട് സേവ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ അസോസിയേഷനിൽ നിത്യാനന്ദപ്പൻ വളരെ സന്തോഷമാണ്. കാരണം വ്രജനർമ്മം മുഴുവൻ തികഞ്ഞു നിൽക്കുന്ന ഒരു ശരീരമാണ് സുന്ദരാനന്ദൻ്റെ. അപ്പോൾ സുന്ദരാനന്ദൻ്റെ അസോസിയേഷനിൽ നിത്യാനന്ദ പ്രഭു ഈ പറഞ്ഞ പാസ്റ്റ് ടൈംസ് മുഴുവൻ പറയുമായിരുന്നു. അപ്പോൾ ഗൗര ഗണോദേശ ദീപികയിൽ അദ്ദേഹം സുധാമയിൽ, കൃഷ്ണലീലയിലെ സുധാമ, ഈ സുധാമയല്ല നമ്മൾ സാധാരണ പറയുന്ന ആ സുധാമയല്ല, ദ്വാരകത്തെ ഇതല്ല, മധുരയിലെ കൃഷ്ണൻ സഹപാഠിയ സുധാമയല്ല, വൃന്ദാവനത്തിലെ ഭഗവാന്റെ ഏറ്റവും അടുപ്പമുള്ള ഗോപന്മാരിലെ ചില ഗോപന്മാരിൽ ഒരാളാണ് ഈ സുധാമ. ഈ സുധാമയാണ് ഇപ്പോൾ ഇവിടെ സുന്ദരാനന്ദനായിട്ട് നിത്യാനന്ദ പ്രഭുവിൻ്റെ വളരെ അടുപ്പമുള്ള ദാസനായിട്ട് കണക്കാക്കാം. 12 ദാസന്മാരിൽ ഒരാളാണ് ഈ സുന്ദരാനന്ദ. അപ്പോൾ വീണ്ടും ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി അതിൻ്റെ ഫിസിക്കൽ ആ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണു. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൽ ഒരു ബൗള എന്ന് പറയുന്ന ആളും ഉണ്ടായിരുന്നു. ബൗള വെച്ച് കഴിഞ്ഞാൽ സൂഡോ വൈഷ്ണവ്, നമുക്കറിയാം സഹചീയമാരാണ്. 13 തരത്തിലുള്ള സഹചീയരുണ്ട്. അതിൽ ഒരാളാണ് ബൗള എന്ന് പറയുന്നത്. ഓല ബൗള എന്ന് പറയും. അപ്പോൾ ബൗള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം സഹജീയനായിരുന്നു. ആ ഒരു സഹജീയൻ ഈ ഗ്രാമത്തിൽ വസിച്ചിരുന്നു. പക്ഷേ ആ സഹജീയൻ്റെ സ്വാധീനമെല്ലാം ഇവിടെ സുന്ദരാനന്ദൻ്റെ പ്രഭാവം മൂലം അതിന് വിലയില്ലാണ്ട് അതിൻ്റെ അടുത്തത് മഹേശ്വരാണ്. മഹേശ്വരിൽ ശ്രീ രാധാവല്ലഭൻ്റെയും ശ്രീ രാധാരമണയുടെയും ഡീറ്റീസ് ഉണ്ട്. ഒരു പുഴയിൽ കൂടെ ഓടിപ്പോണ്ട് വേത്രവതി. സുന്ദരാനന്ദ പ്രഭു നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് കണക്കാണ്. നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അദ്ദേഹം ഒരിക്കലും വിവാഹം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ താവഴി വഴി അല്ലെങ്കിൽ കുലം വഴി ശിഷ്യന്മാരില്ല. പക്ഷെ അദ്ദേഹത്തിന് ഡിസൈപ്ലിക് സക്സഷൻ വഴി ഗുരു ശിഷ്യ അനുസരിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള ഗുരു ശിഷ്യ അനുസരിച്ചുള്ള ശിഷ്യന്മാരുണ്ട്. ശുക്രാചാര്യനെ പറ്റി നമ്മൾ ശുക്രാചാര്യ ഫാമിലി പ്രീസ്റ്റാണ്. ഫാമിലിയിൽ എന്ന ആൾക്കാരൊന്നുമില്ല, കുടുംബത്തിൽ വരുന്നു. അപ്പോൾ അവരെ അവർക്കാണ് അവകാശമുള്ളൂ. അങ്ങനെ ചില കുടുംബങ്ങൾക്ക് മാത്രമേ പല അവകാശങ്ങളും ഈ കുടുംബങ്ങൾക്ക് രാജാവ് കൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം പോയി കഴിഞ്ഞാൽ പല സേവകളും എന്താ പറയുക നൂറ്റാണ്ടുകളായിട്ട് ഒരു കുടുംബമാണ് ചെയ്യുന്നത്. അത് അവരുടെ ഒരു അവകാശമായിട്ട് അവർ ഓരോ ജനറേഷൻ കൈമാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഭഗവാനുടെ താമര, ഗുരുവായൂരിലെ താമര ഒരു താമര പൊയ്ക, ഒരു മുസ്ലിമിൻ്റെ പൊയ്യാണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിമാനമാണ് എല്ലാ വർഷവും ആ താമരകൾ മുഴുവൻ ഭഗവാനെ കൊണ്ടുകൊടുക്കുക എന്നുള്ളത്. വളരെ സന്തോഷത്തോടെ ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ അവകാശമാണ്. കാരണം സേവ എന്നുള്ള അധികാരമാണ്. സേവ അധികാരമായിട്ട് കിട്ടും നമുക്ക്. അല്ലെങ്കിൽ ഭഗവാന്റെ സേവ നമുക്ക് കിട്ടില്ല. നമുക്കൊരു അധികാരം വേണം, അതോറിറ്റി വേണം അതിന്, അല്ലെങ്കിൽ അധികാരത വേണം, അതിന് കിട്ടാനുള്ള ക്വാളിഫിക്കേഷൻ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള സേവ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ അദ്ദേഹം സുധാമിയാണ് അവിടെ പറയുന്നു. അദ്ദേഹം മഹേഷ്ഠിക ബ്രഹ്മചാരിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോഴും മംഗളാദിഹി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ഗ്രാമം. അവിടെ ബലരാമൻ്റെ ഒരു അമ്പലമുണ്ട് പ്രസിദ്ധമായിട്ടുള്ള. പിന്നെ ഇവിടെ പറയുന്നത് എ zamindar family of Maheshpura has looked after the worship on the full day month of Megha, January, February.
The anniversary of Sundarananda disappearance is regularly celebrated, and people from the neighboring areas gather together to observe the festival. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ആവിർഭാവ തിരോഭാവ ദിവസം ഒരു ഉത്സവമായിട്ട് അവിടെ കൊണ്ടാടുന്നു. അപ്പോൾ നമ്മുടെ ഗൗഡിയത്തിലെ ഏറ്റവും വലിയ വിശേഷം വെച്ചാൽ ആവിർഭാവം ഉത്സവമായിട്ട് കണക്കാക്കണോ, തിരോഭാവം ഉത്സവമായിട്ട് കണക്കാക്കണം. അപ്പോൾ ഇസ്കോണിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൗഡീഷ് ആരെങ്കിലും ഭരിക്കുകയാണെങ്കിൽ, ശരീരമിടുകയാണെങ്കിൽ ഉടനടി അവരെ ഇതിൽ വെച്ചിട്ട് വൃതാൻ മുഴുവൻ, ഇപ്പോൾ ശിലാപ്രഭാത് സമാധിയായപ്പോൾ ശിലാപ്രഭാവിൻ്റെ ആഗ്രഹപ്രകാരം അതിന് ആ ശരീരം ആ ഒരു കണ്ടാൽ നമുക്കറിയാം, അതിന് ആ ഭൗതിക ശരീരമല്ല, മരിച്ച ആ ശരീരം വെച്ചിട്ട് ഒരു അവസാനം വൃന്ദാവൻ ഒരു പ്രാവശ്യം റൗണ്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് സമാധിയാക്കുന്നത്. അതിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ട് ഈ വിധേയത്തിൻ്റെ മകൻ സുന്ദരൻ ഇതിന് ശേഷം ഡേറ്റ് വർഷിപ്പ് ചെയ്യണു. അത് മാഘമാസം ജനുവരി ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ഡിസപ്പിയറൻസ്, നേരത്തെ എന്നാണ് പറഞ്ഞാൽ ആവിർഭാവം സെലിബ്രേറ്റ് ചെയ്യണു, തിരോഭാവം സെലിബ്രേറ്റ് ചെയ്യണം. ആവിർഭാവം സെലിബ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം മഹാനായിട്ടുള്ള ഒരു വ്യക്തി, ഒരു ഡിവോട്ടി ആവിർഭാവം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ആഘോഷിക്കും. തിരോഭാവം ഇതേപോലെ ആഘോഷിക്കും. കാരണം ഭഗവാൻ ഇത്രയും നമ്മുടെ സേവനാശം ഭഗവാനിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭക്തൻ എന്നുള്ള സന്തോഷം കൊണ്ട് അതും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഇതേപോലെ അദ്ദേഹത്തിൻ്റെ സുന്ദരാനന്ദ പ്രഭുവിൻ്റെ ഡിസപ്പിയറൻസ് എല്ലാ വർഷവും കൃത്യമായിട്ട് മുടങ്ങാതെ കൊണ്ടാടുന്നുണ്ട്. അത് അപ്പുറത്തുള്ള നെയ്ബറിംഗ് സ്റ്റേറ്റ്സിലെ ആൾക്കാർ പോലും ഇത് അന്വേഷിച്ച് വരുന്നുണ്ട്. ആ സമയത്ത് വരും. അത്രയും വിശേഷമാണ് ആ ഉത്സവം. ഇനി അടുത്ത വരുന്ന നിത്യാനന്ദ പ്രഭുവിൻ്റെ വേറെ ശിഷ്യന്മാരെ പറ്റിയിട്ട് വരുന്ന ശ്ലോകത്തിൽ പറയുന്നുണ്ടായിരിക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുശ്ച കൃപാ സിന്ധുവേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്ദ കി ജയ്. ശ്രീലാ പ്രഭുപാദർ കി ജയ് ഹോ. ജയ്. ഗോപിമാ